guys, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹൗ ടു ക്രിയേറ്റ് എ തംബ്നൈൽ. അതായത് നമ്മളിപ്പോ ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് എപ്പോഴും ഉള്ള ഒരു പ്രശ്നമാണ് നമ്മൾക്ക് എങ്ങനെയാണ് ഈ തംബ്നൈൽ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തംബ്നൈൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമുക്കത് പെട്ടെന്ന് കിട്ടാൻ ചാൻസസ് ഇല്ല. പക്ഷെ ഞാനിവിടെ യൂസ് ചെയ്ത രണ്ട് ടൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തംബ്നൈൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ചിലർക്കൊക്കെ ഇത് അറിയാമായിരിക്കും, പക്ഷെ അറിയാത്ത കുറെ പേരുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. സോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന രണ്ട് ടൂൾ എന്ന് പറയുന്നത് ഇൻഷോട്ടും അതുപോലെ തന്നെ ക്യാൻവയും ആണ്. ക്യാൻവ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് എസ്തെറ്റിക് ആയിട്ടുള്ള കുറെ തംബ്നെയിൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇൻഷോട്ട് ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് സെക്കൻഡ്സിൽ തന്നെ നമുക്ക് ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇപ്പൊ എനിക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്കൊരു വീഡിയോ ഇടണം. സോ എനിക്ക് 2-3 ഇമേജസ് ഉണ്ടെങ്കിൽ 2-3 ഇമേജസ് വെച്ചിട്ട് എനിക്ക് ഒരു ടെക്സ്റ്റ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തംബ്നെയിലായിട്ട് നമുക്ക് ഇൻഷോട്ടിൽ നമുക്ക് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ക്യാൻവയിലാണെങ്കിൽ അതിൽ ഓൾറെഡി ടെംപ്ലേറ്റ് ഉണ്ടാവും. ആ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ടെംപ്ലേറ്റിലുള്ള ഇമേജസ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതുപോലെ നമുക്ക് ടെക്സ്റ്റ് ഒക്കെ നമ്മുടെ പേഴ്സണലൈസ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാനിവിടെ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്ന രണ്ട് ടൂൾസ് എന്ന് പറയുന്നത് ഇൻഷോട്ടും ക്യാൻവയും ആണ്. അപ്പൊ നമുക്ക് സംസാരിച്ച് വെറുതെ ലാഗ് ആക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഇൻഷോട്ട് എന്ന് പറയുന്ന ആപ്പ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്പായിരിക്കും. അപ്പം ഞാനിവിടെ ഫസ്റ്റ് ഇതിൽ നമ്മൾ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കേട്ടോ വരിക. നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വീഡിയോസ് എഡിറ്റ് ചെയ്യാനും ഒക്കെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്പാണിത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇവിടെയാണ് നമ്മൾ ഫോട്ടോസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനൊക്കെ അധികം ഞാൻ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാറില്ല. വീഡിയോസ് എഡിറ്റ് ചെയ്യാനാണ് ഞാൻ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യാറ്. ഞാൻ VN എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കൂടെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ വീഡിയോസ് എഡിറ്റ് ചെയ്യുക. ഓക്കെ, സോ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് തംബ്നെയിലാണ്. സോ ഞാനിവിടെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷോട്ട് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യാറില്ല എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഞാൻ ജസ്റ്റ് കട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമേജസ് കട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ എപ്പോഴും ഇൻഷോട്ട് യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ നമുക്ക് ഇൻഷോട്ട് യൂസ് ചെയ്ത് നമുക്ക് തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഈ ഫോട്ടോസ് എന്ന് പറയുന്ന സെക്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതിലിപ്പോൾ കട്ട് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ചെയ്തിട്ട് ഇവിടെ കട്ട് ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കട്ട് ഔട്ട് ചെയ്ത് കിട്ടും. എന്നിട്ട് നമുക്കിത് എവിടെ വേണമെങ്കിലും ഇങ്ങനെ നമുക്കിവിടെ സൈഡിലോ എവിടെ വേണമെങ്കിലും നമുക്ക് റീപ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് കട്ട് ഔട്ട് എന്ന് പറയുന്ന സിസ്റ്റം. നെക്സ്റ്റ് ഫോട്ടോസ് ഇതുപോലെ 1-2 സെലക്ട് ചെയ്യാം. ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ആഡ് ഇമേജ് പിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. പിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇത് ആഡ് ചെയ്യാം. ഇങ്ങനെ കുറച്ച് ഇമേജസ് നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്ത് വെച്ചിട്ട് ചിലർ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്. ലൈക്ക് ചിലർ അത്ര എഫേർട്ടൊന്നും എടുക്കാതെ നോർമലി ഒരു ജസ്റ്റ് ഒരു തംബ്നെയിൽ അങ്ങനെ ഒരു ഇതിൽ ചിലർ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ നല്ലതായിരിക്കും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു തംബ്നെയിലിൻ്റെ ഒരു രൂപത്തിലായി. പക്ഷേ ഇത് ഓക്കെ, നമുക്കിതിൽ ക്യാൻവാസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ യൂട്യൂബിൽ നമുക്ക് എങ്ങനത്തെ വീഡിയോ ആണോ ഇടുന്നത് ആ ഒരു രീതിയിലായി ഇങ്ങനെ വന്നു. അപ്പോൾ നമുക്കിതിനനുസരിച്ചിട്ട് ഫോട്ടോസ് ഇതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. തംബ്നെയിലിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇങ്ങനെ നമ്മളിപ്പോൾ 3 ഫോട്ടോസ് ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇങ്ങനെ വെച്ചു. ആൻഡ് ദെൻ നമുക്ക് ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വെച്ചിട്ട് അബൌട്ട് മെൻസ്ട്രൽ കപ്പ് ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയല്ല. ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡെമോ പോലെ കാണിച്ചാണ്. എനിക്ക് പക്ഷേ ഇതിൽ ഇൻഷോട്ടിൽ അത്ര ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ തംബ്നെയിൽസൊക്കെ കൂടുതലും കുറച്ച് എസ്തെറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കാറ്. അതുകൊണ്ട് തന്നെ ഞാൻ ക്യാൻവയിലാണ് ക്രിയേറ്റ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിൽ ചെയ്യുന്നത്. ആപ്പ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കട്ട് ഔട്ട് ചെയ്തിട്ട് ക്യാൻവയിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യാറ് എപ്പോഴും. അപ്പോൾ ഇനി നമുക്ക് ക്യാൻവയിൽ എങ്ങനെയാണ് ഞാൻ റിയലായിട്ട് ഞാൻ എൻ്റെ ഇമേജസ് ഒക്കെ വെച്ചിട്ട് തംബ്നെയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് കാണാം.
ഇതാണ് ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇതിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് വരുന്നത് ഇങ്ങനെയാണ്. ഇതിൽ നമുക്ക് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. ഇങ്ങനെ ഇമേജസ് ലൈക്ക് ടെംപ്ലേറ്റ്സിന് വേണ്ടിയിട്ട് യൂട്യൂബ് തമ്മിൽ നിന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കുറേ ലോട്ട്സ് ഓഫ് ടെംപ്ലേറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. ക്രിയേറ്റ് ബ്ലാങ്ക് യൂട്യൂബ് തമ്മിൽ അങ്ങനെയും പറ്റും. ആൻഡ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചേഞ്ച് ചെയ്യാൻ. ടെംപ്ലേറ്റ് ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോറി, ഇത് പ്രോ ആണ്. പ്രോ നമുക്ക് എടുക്കാൻ പറ്റും. ഫോൺസ് ആണ് കേട്ടോ കൂടുതലും ഫോൺസ് ആണ് കൂടുതലും എന്നെ അട്രാക്ട് ചെയ്യാറ്. ഇത് നമുക്ക് നോക്കാം. ഫസ്റ്റ് എടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നായിരുന്നു, പക്ഷേ ഞാൻ ഫസ്റ്റ് സിസ്റ്റത്തിലായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഇമേജ് വെച്ചിട്ട് ഈ ഇമേജ് വെച്ച് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഡൺ. ഓട്ടോമാറ്റിക്കലി അത് റീപ്ലേസ് ആവും കേട്ടോ. സെക്കൻഡ് ഇമേജ് ആയിട്ട് കേട്ടോ റീപ്ലേസ് ആയിരിക്കുന്നത്. സോ ഫസ്റ്റ് ഇമേജ് നമ്മൾ റീപ്ലേസ് ചെയ്യാം. ഏത് ഇമേജ് എടുക്കും? നമുക്ക് ഈ ഒരു ഇമേജ് എടുക്കാം കേട്ടോ. ഓക്കെ, ഈ ഇമേജ് എടുത്തു. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഇമേജ് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഈ ഒരു ഇമേജ് അപ്പോൾ അതും റീപ്ലേസ് ആയി. സോ 3 ഇമേജസ് റീപ്ലേസ് ആയി. സോ ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് കോപ്പി ചെയ്യാം, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് സെൻറ്ററിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇമേജ് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം. റീപ്ലേസ് ചെയ്തിട്ട് ഇങ്ങനെ എൻ്റെ ഇമേജ് ഞാൻ വെക്കാൻ ഫൈനലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ അപ്ലോഡ്സിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഇമേജ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. സിമ്പിളായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് എൻ്റെ ഇമേജ് വെക്കാം. സോ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫൈനലായിട്ടുള്ള ടെംപ്ലേറ്റ്. അപ്പോൾ നമുക്ക് ഇതിൽ ഓവറോൾ തമ്മിലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ കൊടുത്തിട്ട് ഈ ഒരു ഞാൻ 4 വെച്ചിട്ട് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് നമുക്ക് വയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. സോ അത് വലിയ രസം. വീണ്ടും ഞാൻ ഓപ്ഷൻ കൊടുത്തിട്ട് ഇത് വയ്ക്കുമ്പോൾ അഗെയിൻ ഒരു ഫൈനൽ ഇതാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തമ്മിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ നമുക്കിനി ഇത് ഡൗൺലോഡാണ് ചെയ്യേണ്ടത്. ഡൗൺലോഡ് ചെയ്യാൻ ആസ് യൂഷ്വൽ ആ മുകളിലുള്ള ആരോ ഉണ്ട്. ആ ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഗാലറിയിലോട്ട് സേവ് ആയി. ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന തമ്മിൽ ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോസിൻ്റെ തമ്മിൽസ് ക്രിയേറ്റ് ചെയ്യാറ്. സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ നമ്മൾ പഠിച്ച് വരുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഫോണിലായാലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സിസ്റ്റത്തിലായാലും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള 2 ആപ്ലിക്കേഷനാണ് ഇൻഷോട്ടും. ഞാൻ ഇൻഷോട്ട് ലാപ്പിൽ യൂസ് ചെയ്യാറില്ല, ക്യാൻവ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.